പരിശുദ്ധ വല്ലാർപാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ വല്ലാർപാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. രോഗങ്ങൾ ഏറ്റെടുത്ത് അല്ലേ, നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവ് നമ്മളുടെ കൺമുമ്പിൽ ഉള്ളപ്പോൾ നിങ്ങൾക്കെതിരെ ആരാണ് ചെയ്തത്? എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും ഈ ഭയത്തിൽ കഴിയുന്നത്? നമ്മൾ വിശ്വാസമുള്ളവരാണോ? പിന്നെ എന്തുകൊണ്ട് നമ്മളിപ്പോഴും ഭയത്തിൽ കഴിയുന്നു? എന്തുകൊണ്ടായിരിക്കും? യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31 32 തിരുവചനങ്ങൾ വായിക്കാമോ? ഹല്ലേലൂയ. ഈശോയിൽ വിശ്വസിച്ച യഹൂദരോടാണ് വിശുദ്ധ യോഹന്നാൻ ഈ കാര്യം പറയുന്നത് അല്ലേ. ഈശോ പറയുന്ന കാര്യമാണ്. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് ഈശോ പറഞ്ഞു അവരെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈശോയെ അനുഗമിക്കുന്നവരായിരിക്കും അല്ലേ. ഈശോയുടെ അടുത്തേക്ക് വന്നത് എന്തുകൊണ്ടാണ്? അവര് യഹൂദജനമെല്ലാം യേശുവിനെ എതിർക്കുമ്പോൾ ഈശോയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണോ അവര് കടന്നു വന്നത്? അല്ലേ, വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈശോയുടെ വചനം കേൾക്കാൻ അവർ കടന്നു വന്നത് അല്ലേ. ഈശോ ദൈവപുത്രനാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോ ആ വിശ്വാസത്തോടെ ഈശോയുടെ പക്കലേക്ക് കടന്നു വന്ന യഹൂദരോട് ഈശോ പറയുന്നത് എന്താണ്? യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. 32-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ. അപ്പോ ഇവര് സത്യം അറിഞ്ഞിട്ടില്ല, ഇവരൊരു ബന്ധനത്തിലാണ് അല്ലേ. നമ്മളെ സ്വതന്ത്രമാക്കപ്പെടുന്നത് എപ്പോഴാണ്? ഒരു പക്ഷി കൂട്ടിൽ അടക്കപ്പെട്ടു, അത് സ്വതന്ത്രമാക്കപ്പെടുന്നത് എപ്പോഴായിരിക്കും? കൂട് തുറന്നു വിടുമ്പല്ലേ. നമ്മുടെ കാലിലോ അല്ലെങ്കിൽ കയ്യിലോ ഒരു ചങ്ങലക്കിട്ടു നമ്മൾ പൂട്ടിയിട്ടു, നമ്മൾ എപ്പോഴായിരിക്കും സ്വതന്ത്രമാക്കപ്പെടുന്നത്? ആ ബന്ധനത്തിൽ നിന്നും അല്ലെ, ആ ചങ്ങലയിൽ നിന്നും പുറത്തു വരുമ്പോൾ. അപ്പോ ഈശോയിൽ വിശ്വസിച്ച യഹൂദരോട് ഈശോ പറയുന്നത്, നിങ്ങളെ സത്യം സ്വതന്ത്രമാക്കും അല്ലെ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അവര് സത്യം അറിഞ്ഞിട്ടില്ല. സത്യം അറിഞ്ഞാൽ മാത്രമേ ഈ ബന്ധനത്തിൽ നിന്നും പുറത്തു വരാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ്. ഈശോയെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, മാതാവിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും എന്തിൻ്റെയൊക്കെ അടിമത്തത്തിലാണ് നമ്മൾ. ഹല്ലേലൂയ, ശരിയാണോ? ഒരു ഭയത്തിൻ്റെ, ഒരു നിരാശയുടെ അല്ലെ, പ്രത്യാശ നഷ്ടപ്പെട്ടതിൻ്റെ. അപ്പോൾ ഈശോ ഞങ്ങളോട് പറയുന്നു, നിങ്ങൾ എപ്പോഴാണ് സ്വതന്ത്രമാക്കപ്പെടുന്നത്? സത്യം അറിയുമ്പോൾ. എന്താണ് സത്യം? എന്താണ് സത്യം? യോഹന്നാൻ 17:17 എടുത്തേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം തിരുവചനം. അവരെ അങ്ങ് സത്യത്താൽ വിശദീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ സ്വതന്ത്രമാക്കുന്നത് എന്താണ്? ആരുടെ വചനം? ദൈവത്തിന്റെ വചനം അല്ലെ, ഈശോയുടെ വചനമാണ് നമ്മൾ ഓരോരുത്തരെയും സ്വതന്ത്രമാക്കുന്നത്. പരിശുദ്ധ അമ്മയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് ഈ വചനത്തിന്റെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഗബ്രിയേൽ ദൂതനിൽ നിന്നും ദൈവത്തിന്റെ വചനം ചെവികളിലൂടെ ശ്രവിച്ച പരിശുദ്ധ അമ്മ ആ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ഹൃദയത്തിൽ ഗ്രഹിച്ചുകൊണ്ട് എന്താ ചെയ്തത്? തൻ്റെ ഉദരത്തിൽ വഹിച്ച് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ലോകത്തിന് വേണ്ടി സമർപ്പിക്കുകയും ലോകത്തിൻ്റെ രക്ഷയിൽ സഹരക്ഷയായി മാറുകയും ചെയ്തു. ഈ അമ്മയോടൊപ്പം ഈ ധ്യാനത്തിൻ്റെ മണിക്കൂറിലായിരിക്കുന്ന നമ്മൾ ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട്
എഴുന്നേറ്റ് നിൽക്കാൻ എല്ലാവർക്കും. കർത്താവെ, ഞങ്ങളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആ വചനം കൊണ്ട് ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ. ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ ഭയത്തിൻ്റെ മേഖലകൾ, ആകുലതകൾ, ഉത്കണ്ഠകൾ എല്ലാം ഈ നിമിഷം കർത്താവെ അങ്ങയുടെ വചനം അയച്ച് സ്വതന്ത്രമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ, ശക്തിയോടെ ശക്തിയോടെ വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ, കരഘോഷത്തോടെ സ്തുതിക്കട്ടെ. സ്വർഗം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ 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 കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. കുറവുകളുടെ മേൽ കൃപ വർഷിക്കപ്പെടട്ടെ, കുറവുകൾ നിറവായി മാറട്ടെ. അമ്മയോട് ചേർന്ന് കാനായിലെ വിവാഹ വിരുന്നിലെ കുറവ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സാന്നിധ്യവും നിറവായി മാറിയതുപോലെ ഈ നിമിഷം നമ്മളുടെ ഓരോരുത്തരുടെയും കുറവുകൾ നിറവായി മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളടിക്കാം. ശക്തിയോടെ ശക്തിയോടെ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തിയടിക്കട്ടെ. അഗ്നിനാവായി ശക്തിയോടെ അഭിഷേകത്തോടെ തീ പോലെ ഇറങ്ങണമേ. ഇറങ്ങട്ടെ. അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. നമ്മളുടെ അസ്ഥിയുടെ താഴ്വരയിൽ ഒരിക്കലും ജീവൻ പ്രാപിക്കാത്ത അനങ്ങാത്ത അസ്ഥികളുടെ മേൽ ഇതാ ദൈവത്തിന്റെ വചനം കടന്നു വന്നപ്പോൾ, ദൈവത്തിന്റെ ശക്തി കടന്നു വന്നപ്പോൾ അത് ജീവൻ പ്രാപിച്ചു. അതേ അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുവാൻ പോകുന്നത്. എവിടെയാണോ തകർന്നിരിക്കുന്നത് ആ മേഖലയിലേക്കെല്ലാം ദൈവത്തിന്റെ വചനം കടന്നു വരുമ്പോൾ ശക്തി പ്രാപിക്കും. ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ബന്ധുക്കളിലേക്ക്, എൻ്റെ ഇന്നലകളിലേക്ക് കർത്താവ് ഈ നിമിഷം നിന്റെ ശക്തിയുള്ള വചനം അയക്കണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചു. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അഭിഷേകം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. തീ കരങ്ങൾ ഉയർത്തി നാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ശക്തിയോടെ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായ മലമുകളിൽ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഫറവോവിന്റെ അടിമത്തത്തിൽ നിന്ന് കടന്നു വന്നത് ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിലായിരുന്നു.
അതേ അഭിഷേകം, ചെങ്കടൽ പിളർക്കുന്ന അഭിഷേകം, നിന്റെ ജീവിതത്തിലെ ഏത് വലിയ പ്രതിസന്ധികളും തകർക്കുന്ന അഭിഷേകം, കടക്കാൻ പറ്റാത്ത മേഖലകളിലൂടെ കടന്നു പോകുവാനുള്ള അഭിഷേകം നൽകുന്ന നിമിഷം. ദാഹത്തോടെ പ്രാർത്ഥിച്ചേ. പരിശുദ്ധ വല്ലാർപാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ വല്ലാർപാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.